ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ അളവിലും തൂക്കത്തിലും എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇത് ബിസിനസ്സിൻ്റെ മാത്രം കാര്യമല്ല, ഇത് നീതിയുടെ പ്രശ്നമാണ്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ ഇസ്ര 17-ാമത്തെ സൂറയിൽ അള്ളാഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഔഫുൽ കൈല ഇദാ കിൽതും വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീല. നിങ്ങൾ അളന്നു കൊടുക്കുകയാണെങ്കിൽ അളവ് നിങ്ങൾ തികച്ചു കൊടുക്കുക, ശരിയായ തുലാസ് കൊണ്ട് നിങ്ങൾ തൂക്കി കൊടുക്കുകയും ചെയ്യുക. അതാണ് ഉത്തമവും അന്ത്യഫലത്തിൽ ഏറ്റവും മെച്ചമായിട്ടുള്ളതും. ഇത് വ്യാപാരികളുടെ മാത്രം കാര്യമല്ല, വ്യാപാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവിടെ ജോലിയിൽ കുറവ് വരുത്തുന്നുണ്ടോ? അതുപോലെ ശമ്പളം കൊടുക്കുന്ന യജമാനന്മാർ, മുതലാളിമാർ, അവർ ശമ്പളം പൂർണ്ണമായിട്ട് കൊടുക്കുന്നുണ്ടോ? ഇതേപോലെ വിദ്യാർത്ഥികൾ, പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ അതിൽ പരീക്ഷയിൽ ചീറ്റിങ് ചെയ്യുന്നുണ്ടോ, കൃത്രിമം കാണിക്കുന്നുണ്ടോ? ഇത് നമുക്കെല്ലാവർക്കും, എല്ലാ തലത്തിലുള്ള ആൾക്കാർക്കും ഇത് ബാധകമാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. പടച്ചവൻ സുബ്ഹാനഹു വ തആല എപ്പോഴും നീതി ഇഷ്ടപ്പെടുന്ന ആളാണ്. പടച്ചവൻ നീതി പാലിക്കുന്ന ആൾക്കാർക്ക്, അതായത് ജനങ്ങൾ കണ്ടോ കണ്ടില്ലേ എന്നുള്ളത് അല്ല പ്രശ്നം. പടച്ചവൻ എല്ലാം കാണുന്നുണ്ട്, പടച്ചവൻ എല്ലാം അറിയുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും സത്യസന്ധത പുലർത്തുന്ന ആൾക്കാരാണ് പടച്ചവൻ്റെ പ്രീതിക്ക് പാത്രമാകുന്നത്. അടുത്ത പ്രാവശ്യം നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ നീതിമാനാണോ? ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നീതിയോടുകൂടിയാണോ ചെയ്യുന്നത് എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. പടച്ചവൻ നമുക്ക് നല്ലത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ.